ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്കുള്ളൊരു സ്നാക്സിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിനേക്ക് വേണ്ടി ഞാൻ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല. ഞാനിത് മൊത്തം ഒന്ന് പൊടിച്ച് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ട് തയ്യാറാക്കാൻ ആവശ്യമായത് ഇതിലേക്ക് 2 സ്പൂൺ മൈദയും 2 മുട്ടയും 1 ഗ്ലാസ് പാലും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായി അടിച്ചെടുക്കണം. പാകത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർക്കണേ, അത് മറക്കരുത്. അല്പം മാത്രമേ ഇടണ്ടൂ, കാരണം ബ്രെഡിൽ ഉപ്പുണ്ടാവും. അപ്പോൾ ഇത് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി അടിച്ചെടുത്ത് അരിയൊന്നും ഉണ്ടാകാൻ പാടില്ല, നല്ല മിനുസത്തിൽ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ അടിച്ചെടുക്കണം. ഇനി നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായൊരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടായതിന് ശേഷം അല്പം എണ്ണ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ളി അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തത്. അപ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് അധികം ചുവപ്പ് വേണ്ട ആവശ്യമില്ല, കുറച്ച് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത് കുറച്ച് സമയം അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായത് ഒരു 2-3 അല്ലി വെളുത്തുള്ളിയാണ്. ആ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പേസ്റ്റ് ആക്കുന്നെങ്കിൽ അത്രയ്ക്ക് നല്ലത്. അപ്പോൾ അതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർത്ത് നന്നായി ഒന്ന് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായ കൂട്ട് നമുക്കിടാം. അതിലൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും, എരിവിന് ആവശ്യം കാശ്മീരി ആയതുകൊണ്ടാണ് ഞാൻ 1 സ്പൂൺ ഇട്ടത് കേട്ടോ. എരിവില്ല മുളകാണെങ്കിൽ കുറച്ചേ ഇടണ്ടു. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുമായ കുരുമുളക് ഇട്ട് നന്നായി അതിൻ്റെ പച്ച മണം മാറുന്നതിന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഇത് നേരത്തെ നമ്മൾ ഉപ്പിട്ടതാണ്. ഇനി അതിലേക്ക് മല്ലിച്ചപ്പം കൂടി അരിഞ്ഞ് വെച്ച് മല്ലിച്ചപ്പം കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്ത് അതൊന്ന് മാറ്റി വെക്കാം. ഇത് നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമായൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് വെച്ച് അതെല്ലാ ഭാഗത്തേക്കും മാറ്റുക. എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലാക്കുക. ഞാനിപ്പോൾ തീ കുറച്ചിട്ടാണ് വെച്ചത്. അതിലേക്ക് നേരിട്ടാണ് വെച്ചത്, കാരണം ജസ്റ്റ് ഒന്ന് ചൂടാകുന്ന വരെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച കൂട്ട് പകുതി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുഴുവൻ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് മസാലക്കൂട്ടും കൂടി ഇട്ട് നല്ല വെണ്ണോട് പിടിപ്പിക്കുക. കുറച്ചധികം മസാലക്കൂട്ടിടണം. മസാലക്കൂട്ടും കുറച്ച് മാറ്റി വെക്കണം. അപ്പോൾ ആദ്യം ഇടുന്നത് കുറച്ച് കട്ടി തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ ആ കൂട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാ സ്ഥലത്തും എത്തുന്ന വിധത്തിലായിരിക്കണം ഒഴിക്കേണ്ടത്, കാരണം നമ്മളിട്ട മസാലക്കൂട്ടൊന്നും കാണാൻ പാടില്ല. അപ്പോൾ മസാലക്കൂട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ എല്ലാ ഭാഗത്തേക്കും അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗം കവർ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ട് ബാക്കിയുള്ളത് കൂടി ചേർത്ത് നന്നായി പിടിപ്പിക്കുക. കാരണം അത് കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല, കാരണം ഇതിപ്പോൾ മറിച്ചിടുന്ന സമയത്ത് ചിലപ്പം കരിഞ്ഞു പോകും. അപ്പോൾ അത് നമുക്ക് മാറ്റി വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഇനി തീ അധികം കൊള്ളാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് ഒരു പാൻ എടുത്ത് വെച്ച് അതിൻ്റെ മുകളിലാണ് ഇത് നമ്മൾ മാറ്റി വെച്ചത്. അപ്പോൾ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറിച്ചിട്ട് നോക്കുമ്പോൾ നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ, അധികം കരിഞ്ഞിട്ടില്ല. നമ്മൾ തീയിലേക്ക് നേരിട്ട് വെച്ചാൽ പെട്ടെന്ന് ചിലപ്പോൾ അടി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് അതിൻ്റെ മേലേക്ക് ഒരു പാൻ വെച്ചത്. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ പോള തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം വീട്ടിൽ ആര് വന്നാലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണിത്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവരും ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റിയുള്ള സാധനമാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുതേ.